6 വർഷങ്ങൾക്ക് ശേഷം രാജാക്കാട് ഇന്ന് ശാന്തമാണ്. ജോർജ് കുട്ടിയുടെ ജീവിതവും മാറിയിട്ടുണ്ട്. പഴയ ചെറിയ തിയേറ്ററിൽ നിന്ന് തുടങ്ങി ഇന്ന് 3 വലിയ മൾട്ടിപ്ലെക്സ്. വീട് പഴയതുപോലെയല്ല, ശാന്തവും മനോഹരമായി നവീകരണവും. വീട്ടിൽ അഞ്ജുവും അനുവും ഇപ്പോൾ വളർന്ന യുവതികൾ. ഒരാൾ മെഡിക്കൽ കോളേജിലും മറ്റേയാൾ ഫിലിം സ്റ്റഡീസിലുമാണ്. സമൂഹം മാറി. അവരെ ഒരിക്കൽ കരുണയോടെ കണ്ടിരുന്നവർ ഇപ്പോൾ സംശയത്തിന്റെ കണ്ണോടെ ആണ് നോക്കുന്നത്. കേസ് വീണ്ടും തുറക്കുന്നു. ഐജിയുടെ ഓഫീസിൽ ഒരു പ്രത്യേക യോഗം കൂടി. കേസുമായി ബന്ധപ്പെട്ടിരുന്ന പഴയ ഓഫീസർമാരും മുൻ ഐജി ഗീതയും പങ്കെടുത്തു. യോഗം ആരംഭിച്ച ഐജി സ്ഥിതി വ്യക്തമാക്കുന്നു. ഇപ്പോഴത്തെ അന്വേഷണം ഒരു ഡെഡ് എൻഡിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ കേസ് അവസാനിപ്പിക്കണോ അതോ തുടർന്നുപോകണോ എന്നത് ഇന്ന് നമുക്ക് തീരുമാനിക്കേണ്ടതാണ്. ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പോ ഗീതാ പ്രഭാകർ പറഞ്ഞു, കേസ് പറ്റുന്ന അത്രയും തുടരണം, അവനെ എങ്ങനെയെങ്കിലും അകത്താക്കണം. അപ്പോ ഐജി, നമുക്ക് കേസ് തുടരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. വിനയചന്ദ്രൻ പറഞ്ഞ കഥ, അതിന്റെ പുറകെ നമുക്ക് പോകാം. പോലീസ് DNA സെന്ററിലെ വാച്ച്മാനെ വിശദമായി ചോദ്യം ചെയ്യുന്നു. അവൻ ജോർജ് കുട്ടിയെ പരിചയമുള്ളവനാണെന്ന് സമ്മതിക്കുന്നു. ഇടയ്ക്കിടെ വെള്ളമടിക്കാനും സംസാരിക്കാനും വരാറുണ്ടെന്നും തുറന്നു പറയുന്നു. പക്ഷേ നിർണായകമായ ചോദ്യത്തിൽ അവൻ ഉറച്ച് മറുപടി പറയുന്നു. അസ്ഥികൂടം എക്സ്ചേഞ്ച് ചെയ്ത ദിവസം ജോർജ് ചേട്ടൻ ഇവിടെ വന്നിട്ടില്ല. അത് പോലീസ് ടീമിനെ ഞെട്ടിക്കുന്നു. കാരണം ആ ദിവസത്തെ എല്ലാ ട്രാഫിക് ക്യാമറകളും അവർ ഇതിനകം പരിശോധിച്ചു കഴിഞ്ഞിരുന്നു. ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ അവർ കരുതിയത് അതേ ദിവസം ജോർജ് കുട്ടി അവിടെ എത്തിയിരിക്കാമെന്നായിരുന്നു. വാച്ച്മാൻ ഒരു നിമിഷം ആലോചിച്ച ശേഷം കൂട്ടിച്ചേർക്കുന്നു. അന്ന് ജോർജ് ചേട്ടൻ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. കോഴിക്കോട് ഒരു ഫ്രണ്ടിന്റെ മോളുടെ കല്യാണത്തിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പോലീസ് ഉടൻ അത് പരിശോധിക്കുന്നു. വിവരം 100% ശരിയാണ്. ജോർജ് കുട്ടിയുടെ പ്രസൻസ് അന്നത്തെ വിവാഹ ചടങ്ങിന്റെ വീഡിയോയിലും ഫോട്ടോ ആൽബത്തിലും ട്രാഫിക് ക്യാമറകളിലും സ്പഷ്ടമായി കാണാം. അന്വേഷണ സംഘം മുഴുവൻ ആശയക്കുഴപ്പത്തിൽ ആകുന്നു. പിന്നീട് അവർ അസ്ഥികൂടത്തിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതിനായി കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഇതേ രീതിയിൽ മരണപ്പെട്ടവരുടെ ലിസ്റ്റ് അവർ തയ്യാറാക്കുന്നു. ആ ലിസ്റ്റിലുള്ള എല്ലാ സ്ഥലങ്ങളും അവർ നേരിട്ട് സന്ദർശിക്കുന്നു. പള്ളിയിലെ അച്ഛനോടും നാട്ടുകാരോടും വിശദമായി അന്വേഷിക്കുന്നു. പ്രത്യേകിച്ച് അവിടത്തെ കുഴിവെട്ടുകാരനെയാണ് അവർ കൂടുതൽ ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ആരും തന്നെ ജോർജ് കുട്ടിയെ തിരിച്ചറിയുന്നില്ല. അതിനിടയിൽ അടുത്തിടെ ഒരു കുഴിവെട്ടുകാരൻ മരണപ്പെട്ടുവെന്ന വിവരം അവർക്ക് ലഭിക്കുന്നു. തുടർന്ന് പോലീസ് അയാളുടെ കുടുംബത്തെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അവർ ജോർജ് കുട്ടിയെ തിരിച്ചറിയുന്നു. തുടർന്ന് ആവശ്യമായ അനുമതി വാങ്ങി ആ കല്ലറ തുറക്കാൻ പോലീസ് തീരുമാനിക്കുന്നു. പക്ഷേ കല്ലറ തുറന്നപ്പോൾ എല്ലാവരും ഞെട്ടുന്നു. അവിടെ അസ്ഥികൂടം ഉണ്ട്. പോലീസ് ഫോറൻസിക് ടെസ്റ്റും DNA ടെസ്റ്റും നടത്തുമ്പോൾ അത് കറക്റ്റ് ആൾ തന്നെ എന്ന് തെളിയുന്നു. പോലീസ് ഓഫീസ്. ഗീതാ പ്രഭാകർ, ഐജി, മുതിർന്ന പോലീസുകാർ എല്ലാം നിരാശയോടെ ഇരിക്കുന്നു. ഐജി നെടുവീർപ്പോടെ, ഞാൻ വിചാരിച്ചതിലും മേലെ ആണ് അവന്റെ ബുദ്ധി. എനിക്ക് മനസ്സിലായി എന്താണ് നടക്കുന്നതെന്ന്. പുള്ളി അതു വിവരിക്കുന്നു. എല്ലാവരും ശ്രദ്ധയോടെ ഐജിയെ നോക്കുന്നു. എന്നെങ്കിലും പോലീസ് തെളിവ് കണ്ടെത്തുമെന്നും എന്നിട്ട് തന്നെ അന്വേഷിച്ചു എത്തുമെന്നും ജോർജ് കുട്ടിക്ക് അറിയാമായിരുന്നു. അയാൾ അതിനുവേണ്ടി ഉള്ള പ്രിപ്പറേഷൻസ് ആരംഭിച്ചു. വേറെ അസ്ഥികൂടം കണ്ടുപിടിച്ചു. യഥാർത്ഥ അസ്ഥികൂടം മാറ്റാൻ അയാൾ തീരുമാനിച്ചു. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. പക്ഷേ പോലീസ് എന്ത് രീതിയിൽ നീങ്ങും, എന്ത് സ്റ്റെപ്പുകൾ പിന്തുടരും എന്നതിൽ അയാൾക്ക് കൃത്യമായ അറിവ് ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് വിനയചന്ദ്രൻ കളത്തിലേക്ക് വന്നത്. വിനയചന്ദ്രൻ വഴി പോലീസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കി. കേസ് പ്രോഗ്രസ്, നടപടിക്രമങ്ങൾ എല്ലാം ഐജി തുടർന്ന് വിശദീകരിക്കുന്നു. അതിനിടെ പ്ലാനിന്റെ റിസ്ക് എലിമെന്റ്സ് ജോർജ് എങ്ങനെയോ മനസ്സിലാക്കി. അപ്പോഴേക്കും അയാൾ വാച്ച്മാനുമായും കുഴിവെട്ടുകാരനുമായും കമ്പനിയായി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ജോർജ് മനസ്സിലാക്കുന്നത്, പ്ലാൻ എ പ്രകാരം പോയാൽ ഞാൻ കുടുങ്ങും. അതിനാൽ അവൻ പൂർണ്ണമായി സേഫ് ആയ ഒരു പുതിയ ക്ലൈമാക്സ് പ്ലാൻ ബി റെഡി ചെയ്തു. പ്ലാൻ എ വിനയചന്ദ്രൻ അറിയാവുന്നതാണ്. അതുകൊണ്ട് അത് പോലീസിലേക്ക് എത്തും എന്ന് ജോർജിന് ഉറപ്പായിരുന്നു. ആ വഴി പോലീസിനെ വഴിതെറ്റിക്കാൻ അയാൾക്ക് പറ്റിയിരിക്കുന്നു. പക്ഷെ പ്ലാൻ ബി, അത് അയാളും ദൈവം തമ്പുരാനും മാത്രം അറിയുന്ന ഒന്നാണ്. മുറി വീണ്ടും നിശ്ശബ്ദം. ഐജി ഉറച്ച ശബ്ദത്തിൽ, ഇനി നമുക്ക് അയാളെ കുടുക്കാൻ പറ്റുമെന്നു തോന്നുന്നില്ല. ജോർജ് കുട്ടിയുടെ തിയേറ്റർ ഓഫീസ്. ജോർജ് കുട്ടി തന്റെ പുതിയ തിയേറ്റർ ഓഫീസിലെ ക്യാബിനിൽ ഇരിക്കുകയാണ്. അന്തരീക്ഷം ശാന്തം. അപ്പോൾ ടേബിളിലിരുന്ന മൊബൈൽ പിങ്ക് ചെയ്യുന്നു. ജോർജ് കുട്ടി സ്ക്രീനിലേക്ക് നോക്കുന്നു. മെസ്സേജ്, പോലീസ് ഈസ് സ്റ്റിൽ ബിഹൈൻഡ് യു, ടേക്ക് കെയർ. ജോർജ് കുട്ടിയുടെ മുഖത്ത് ഒരു ചെറിയ മാറ്റം. ഒരു നിമിഷം ആലോചിച്ച് അവൻ മെസ്സേജിംഗ് ആപ്പിൽ മറ്റൊരാളോട് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ക്യാമറ സ്ക്രീനിലേക്ക് സൂം ചെയ്യുന്നു. ജോർജ് കുട്ടിയുടെ മെസ്സേജ്, ഇന്ന് നമുക്ക് കാണാം. നമ്മുടെ പതിവ് ഹോട്ടൽ, പതിവ് റൂം. അതെ, ജോർജ് കുട്ടിക്ക് ഒരു സഹായിയുണ്ട്. ഒരു അദൃശ്യ സഹായി.
ജോർജ് കുട്ടി ഹോട്ടൽ റൂമിൽ ഇരിക്കുന്നു. മുറി മങ്ങിയ ലൈറ്റിൽ. അപ്പോൾ കാളിംഗ് ബെൽ മുഴങ്ങുന്നു. ജോർജ് കുട്ടി വാതിൽ തുറക്കുന്നു. വാതിലിന് മുമ്പിൽ നിൽക്കുന്ന മുഖം ജോസ്. അതെ, അന്നേ കേസിലെ മുഖ്യ ദൃക്സാക്ഷി ജോസ്. ജോസ് അകത്തേക്കു കടക്കുന്നു. വാതിൽ പതുക്കെ അടയുന്നു. ജോസ് ഒരു ചെറിയ പുഞ്ചിരിയോടെ, ചേട്ടനെ സമ്മതിക്കണം. എന്നോട് ദൃക്സാക്ഷി പറയാൻ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വല്ലാതെ പേടിച്ചിരുന്നു. പക്ഷേ ചേട്ടനാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞാൽ പോലീസിന് ഒരിടത്തും ചേട്ടനെ കൊടുക്കാൻ പറ്റില്ലെന്നു. അപ്പോ ജോർജ് കുട്ടി അതേ ശാന്തതയിൽ, എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെയാണ് നടന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നു. നമ്മൾ രണ്ടുപേരും നേരിട്ട് കാണുന്നത് ഇനി ഒരു വലിയ റിസ്ക്കാണ്. അവൻ നേരെ ജോസിനെ നോക്കുന്നു. നിനക്കും അവനുമുള്ള പണം പറഞ്ഞതുപോലെ എത്തും. അതിനെക്കുറിച്ച് ആശങ്ക വേണ്ട. ജോസ് വാതിലിലേക്ക് തിരിഞ്ഞു പുറത്ത് ഇറങ്ങുന്നു. ഫ്ലാഷ് ബാക്ക്. ജോർജ് കുട്ടി കസേരയിൽ പതുക്കെ ഇരിക്കുന്നു. മുഖത്ത് അല്പം തളർച്ച, അല്പം ഓർമ്മയുടെ ഭാരം. ക്യാമറ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് സൂം ചെയ്യുമ്പോൾ ഫ്ലാഷ് ബാക്ക് തുടങ്ങി. ജോർജ് കുട്ടിയുടെ പഴയ നീക്കങ്ങൾ, പഴയ തീരുമാനങ്ങൾ, അവൻ അടച്ചുപൂട്ടിയ ഓരോ വഴികളും ഒന്നൊന്ന് വെളിച്ചം കാണാൻ തുടങ്ങുന്നു. ജോർജ് കുട്ടിക്ക് ആദ്യം മുതൽ തന്നെ മനസ്സിലായിരുന്നു, പോലീസ് ഒരു ദിവസം അവനെ കണ്ടെത്തും. അതിനാൽ പിടിക്കപ്പെടുന്നതിനു മുൻപ് തന്നെ ഒരു ശക്തമായ ബാക്കപ്പ് കഥ ഒരുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി അദ്ദേഹം എഴുത്തുകാരനായ വിനയചന്ദ്രനെ രഹസ്യമായി സമീപിക്കുന്നു. സെറ്റിൽ കണ്ടപ്പോൾ വിനയചന്ദ്രൻ ജോർജ് കുട്ടിയെ വീട്ടിലേക്ക് വിളിക്കുന്നു. എവിടെയോ കണ്ടതുപോലെ ഒരു സംശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്നു. ജോർജ് കുട്ടി വീട്ടിനകത്തു കയറുമ്പോൾ വിനയചന്ദ്രൻ അദ്ദേഹത്തിനു മുമ്പിൽ നിരവധി പത്രക്കെട്ടുകൾ ഇടുന്നു. എല്ലാം തന്നെ ജോർജ് കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അപ്പോൾ വിനയചന്ദ്രൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? എന്നെയും ഇതിലേക്ക് വലിച്ചിഴക്കാനാണോ? വിനയചന്ദ്രന്റെ ജീവിതത്തിലെ മുഴുവൻ പശ്ചാത്തലവും, മകളുടെ ആത്മഹത്യ, അതിനു മുന്നോടിയായി മകൾക്ക് ഉണ്ടായ ചതിയും, തുടർന്ന് ഭാര്യയുടെ മരണവും, അതിനുശേഷം സിനിമ പൂർണ്ണമായി വിടുകയും ചെയ്ത സാഹചര്യങ്ങളും എല്ലാം പഠിച്ചിട്ടാണ് ജോർജ് കുട്ടി അവിടെ എത്തിയത്. ഫ്ലാഷ് ബാക്ക്. ഈ മാനസിക ദുർബലത മനസ്സിലാക്കിയ ജോർജ് കുട്ടിക്ക് വിനയചന്ദ്രനെ കൂട്ടാളിയാക്കുന്നത് പ്രയാസമായിരുന്നില്ല. അവസാനം വിനയചന്ദ്രൻ കൂടെ നിൽക്കാമെന്നു സമ്മതിച്ചു. ജോർജ് കുട്ടി തന്റെ മുഴുവൻ പ്ലാൻ തുറന്നു പറഞ്ഞപ്പോൾ വിനയചന്ദ്രൻ അത് തന്റെ പോലീസ് സുഹൃത്തുക്കളുമായി ഡിസ്കസ് ചെയ്തു ആവശ്യമായ നടപടിക്രമങ്ങൾ വിശദീകരിച്ചു. അത് അനുസരിച്ചു DNA സെന്ററിലെ വാച്ച്മാനുമായി ജോർജ് കുട്ടി കമ്പനി ആകുന്നു. അവരുടെ കഥയിൽ അവർക്കു നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഈ പ്ലാൻ നടക്കും എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിച്ചു. ഒരു ദിവസം ജോർജ് കുട്ടി വീണ്ടും വിനയചന്ദ്രനെ കാണാൻ വന്നു. സർ, ഈ മുഴുവൻ കഥ ഒരു പോലീസുകാരനെ കേൾപ്പിക്കണം. നമ്മൾ സാധാരണ ആൾക്കാരാണ്, നമ്മുടെ ബുദ്ധിയല്ല പോലീസിന്, നമ്മൾ കാണാത്ത ലൂപ്പ് ഹോളുകൾ അവർ കാണും. വിനയചന്ദ്രൻ തന്റെ പോലീസ് സുഹൃത്തിനെ വിളിച്ചു കഥ മുഴുവൻ വിശദീകരിച്ചു. പോലീസ് സുഹൃത്ത് പ്രതികരിച്ചു, സിനിമയ്ക്ക് ഈ കഥയൊക്കെ ശരിയാകും. പക്ഷേ ഇത് യഥാർത്ഥ കഥയായാൽ പോലീസ് എന്തായാലും ഇത് കണ്ടുപിടിക്കും. വിനയചന്ദ്രൻ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് സുഹൃത്ത് ചില നിർണായകമായ ലൂപ്പ് ഹോൾസ് ചൂണ്ടിക്കാട്ടി. അവയെല്ലാം തിരിച്ചറിഞ്ഞ ശേഷം വിനയചന്ദ്രൻ അത് ജോർജ് കുട്ടിയുമായി വിശദമായി ചർച്ച ചെയ്യുന്നു. റിസ്ക് എലമെന്റുകൾ മനസ്സിലാക്കിയ ജോർജ് കുട്ടി തീരുമാനിച്ചു, ഈ പ്ലാൻ ഉപേക്ഷിക്കണം. പ്ലാൻ എയിലെ റിസ്ക് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ജോർജ് കുട്ടി കൂടുതൽ സുരക്ഷിതവും നിയന്ത്രണത്തിലും ഉള്ള ഒരു പ്ലാൻ ബി രൂപപ്പെടുത്താൻ തുടങ്ങി. ചെന്നൈയിൽ വിനയചന്ദ്രനെ കാണാൻ പോകുമ്പോൾ ജോർജ് കുട്ടി പതിവായി തങ്ങുന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെത്തന്നെയുള്ള റൂം സർവീസ് ജീവനക്കാരൻ തോമസ് ചേട്ടൻ ജോർജ് കുട്ടിയുമായി ഏറെ പരിചയമുള്ളവനും വിശ്വാസമുള്ളവനും ആയിരുന്നു. അതേ ദിവസം ജോർജ് കുട്ടി ഹോട്ടലിൽ എത്തിയപ്പോൾ തോമസ് ചേട്ടനെ കണ്ടില്ല. പകരം വന്ന ജീവനക്കാരനോട് ജോർജ് കുട്ടി ചോദിച്ചപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ ആണെന്നും മകൻ കോളേജിൽ ഉണ്ടായ അടിപിടിയിൽ ഗുരുതരാവസ്ഥയിൽ ആണെന്നും പറഞ്ഞു. ജോർജ് കുട്ടി ഉടൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോൾ വിവരം കൂടുതൽ ദാരുണമായിരുന്നു. തോമസ് ചേട്ടന്റെ മകൻ മരിച്ചു. ഹോസ്പിറ്റൽ നടപടികൾക്കായി ആവശ്യമായ ചെലവുകൾ ജോർജ് കുട്ടി ഏറ്റെടുത്തു. അതിലധികം ഏറ്റവും വലിയ പ്രശ്നം, തോമസ് ചേട്ടൻ സ്വന്തമായി വീട് ഇല്ലായിരുന്നു, മകനെ മറവ് ചെയ്യാൻ ഒരു സ്ഥലവും ഇല്ലായിരുന്നു. സാഹചര്യം കൃത്യമായി വിലയിരുത്തിയ ജോർജ് കുട്ടി വിനയചന്ദ്രനോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള 5 ഏക്കർ കൃഷിത്തോട്ടത്തിലെ ഒരു ഭാഗം മകന്റെ ഡെഡ് ബോഡി മറവു ചെയ്യാൻ ഉപയോഗിക്കാൻ അനുമതി ഉറപ്പാക്കുന്നു. സംസ്കാരശേഷം ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജോർജ് കുട്ടി വിശ്വസിച്ചിരുന്ന കുഴിവെട്ടുകാരനെ ചെന്നൈയിലെത്തിച്ചു. നിശ്ചിത സ്ഥലത്ത് നിന്നുള്ള അസ്ഥികൂടം സൂക്ഷ്മമായി പുറത്തെടുത്ത് രഹസ്യമായി സൂക്ഷിച്ചു. പ്ലാൻ ബി എങ്ങനെ കൃത്യമായി നടപ്പാക്കണം എന്ന ഒരു പെർഫെക്റ്റ് റോഡ് മാപ്പ് ജോർജ് കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ചായക്കടയിലെ ഇക്ക പറഞ്ഞിട്ട് ജോർജ് കുട്ടിയെ കാണാൻ വരുന്നത്. ജോസിന്റെ കഥ കേട്ടപ്പോൾ അത് കറക്റ്റ് തന്റെ സംഭവം നടന്ന അതേ ദിവസം തന്നെ എന്ന് ജോർജ് കുട്ടിക്ക് മനസ്സിലായി. താൻ എത്ര ദിവസമാ ഇങ്ങനെ പേടിച്ചു ജീവിക്കുന്നത്? ഇതിനു ഒരു അവസാനം ഉണ്ടാക്കണം. അതിനുവേണ്ടി ജോസിനെ ഉപയോഗിക്കാൻ ജോർജ് കുട്ടി തീരുമാനിക്കുന്നു.
ജോസിനെ ജോർജ് കുട്ടി വിലക്കെടുക്കുന്നു. അത് മാത്രമല്ല, ജോസ് വിശ്വസിക്കാൻ പറ്റുന്ന ആളും ജോർജ് കുട്ടി രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ആണ്. ജോർജ് കുട്ടി പറഞ്ഞത് പോലെ ജോസ് പോലീസിൽ മൊഴി നൽകുന്നു. ദൃശ്യം 2-ൽ സംഭവിച്ച പോലെ ബാക്കി നടക്കുന്നു. ജോർജ് കുട്ടി നേരത്തെ തന്നെ DNA സെന്ററിന്റെ എല്ലാ ക്രിട്ടിക്കൽ ഇടങ്ങളും നിരീക്ഷിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. അതിനുശേഷം ജോസിനോട് പറഞ്ഞു പുള്ളിയുടെ ഒരു ജയിൽ മേറ്റ് വാസുവിനെ പരിചയപ്പെടുന്നു. വാസു ഒരു പ്രൊഫഷണൽ കള്ളൻ ആണ്. ജോർജ് കുട്ടി അവനോട് DNA സെന്റിലെ എല്ലാ ക്രമീകരണങ്ങളും വീഡിയോയിലൂടെ വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. അവസാനമായി ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷൻ കുഴിച്ച അന്നു ജോർജ് കുട്ടി ഫ്രണ്ടിന്റെ മോളുടെ കല്യാണത്തിന് പങ്കെടുക്കുന്നു. ഫോട്ടോകളിലും വീഡിയോകളിലും മുഖം കാണിക്കുന്നു. നേരത്തെ ഏൽപ്പിച്ച അസ്ഥികൂടവുമായി വാസു DNA സെന്ററിൽ എത്തി അസ്ഥികൂടം മാറ്റിവയ്ക്കുന്നു. പിന്നെ അത് ജോർജ് കുട്ടിയെ ഏൽപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞത് അനുസരിച്ചു വിനയചന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിനെ വഴി തെറ്റിക്കാൻ കഥ പ്ലാൻ എ പറയുന്നു. പോലീസ് അത് വിശ്വസിക്കുന്നു. ബാക്കി നമ്മൾ ദൃശ്യം 2 ക്ലൈമാക്സിൽ കണ്ടത്. ജോർജ് കുട്ടി തന്റെ തിയേറ്ററിലേക്ക് എത്തുന്നു. അവിടെ പുള്ളിയുടെ വ്യക്തിഗത റൂം ഉണ്ട്, ഒരു ചെറിയ മുറി. ആർക്കും അവിടെ പ്രവേശനം ഇല്ല. വാതിൽ അടച്ചു, ലൈറ്റ് ഓൺ ചെയ്തു. ചുവരിൽ മുഴുവൻ കേസുമായി ബന്ധപ്പെട്ട പത്രക്കട്ടിങ്ങുകൾ ഒട്ടിച്ചിരിക്കുന്നു. ബോർഡിൽ പോലീസ് എത്താനുള്ള വഴികൾ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം പോസിബിലിറ്റികളിൽ ജോസ്, വാസു, വിനയചന്ദ്രൻ 3 പേരെയും ജോർജ് കുട്ടി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. അവന്റെ മനസ്സിൽ ചോദ്യം ഉയരുന്നു, ഇവരിലൂടെ പോലീസ് എന്റെ അടുത്തെത്തുമോ? ശേഷം ദൃശ്യം 4.